ഇനി നമ്മൾ ഡിമാസ് റൂള് യൂസ് ചെയ്തുകൊണ്ടുള്ള കൂടുതൽ ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. 8 + 10 / 5 - 3 = what? 8 + 10 / 5 - 3 = what എന്നതാണ് ക്വസ്റ്റ്യൻ. എങ്ങനെ കണ്ടുപിടിക്കാം? ക്വസ്റ്റ്യൻ നോക്കിയാൽ നമുക്കറിയാം അഡിഷനും ഡിവിഷനും സബ്ട്രാക്ഷനുമാണ് ഉള്ളത് അല്ലേ? ഇവയിൽ ഏത് ഓപ്പറേഷനാണ് ആദ്യം നമ്മൾ ചെയ്യേണ്ടത്? ഡിമാസ് റൂൾ പ്രകാരം ഇവിടെയുള്ള 10 / 5 എന്ന ഡിവിഷനാണ് ആദ്യം ചെയ്യേണ്ടത്. ഓക്കെ, അതിനുശേഷമേ അഡിഷനും സബ്ട്രാക്ഷനും ചെയ്യാൻ പാടുള്ളൂ. ക്ലിയർ ആണല്ലോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് എഴുതാം? 8 + 10 / 5 ആണ് ചെയ്യേണ്ടത് അല്ലേ? 10/5 എത്രയാണ്? 10 / 5 2 ആണ് അല്ലേ? 10 / 5 = 2. ഇനി -3 ആണ് അല്ലേ? -3. ഓക്കെ, ഈസ് ഈക്വൽ ടു ഇവിടെ ഇനി അഡിഷനും സബ്ട്രാക്ഷനും മാത്രമേ ഉള്ളൂ അല്ലേ? അപ്പോൾ നമുക്ക് ഇവിടെ ലെഫ്റ്റിലുള്ള അഡിഷൻ ആദ്യം ചെയ്യാം. 8 + 2 ആണ്. 8 + 2 എത്രയാണ്? 8 + 2 10 ആണ്. 10 - 3. ഓക്കെ, 10 - 3 ഈസ് ഈക്വൽ ടു 10 - 3 എത്രയാണ്? 10 - 3 7 ആണ്. 7. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻ്റെ ആൻസർ എത്രയാണ്? 7 ആണ് ആൻസർ. മനസ്സിലായല്ലോ? 8 + 10 / 5 - 3 = 7. എങ്ങനെയാണ് ചെയ്തത് എന്ന് പിടികിട്ടിയല്ലോ? ഡിമാസ് റൂൾ യൂസ് ചെയ്തുകൊണ്ടാണ് ചെയ്യേണ്ടത്. അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്യുന്നത് ഇതാണ്. 5 × 4 - 12 / 3 + 1 = what? 5 × 4 - 12 / 3 + 1 = what? ഇതാണ് ക്വസ്റ്റ്യൻ. വളരെ എളുപ്പം കണ്ടുപിടിക്കാമല്ലോ. ഇവിടെ നോക്കിയാൽ നിങ്ങൾക്കറിയാം മൾട്ടിപ്ലിക്കേഷനും സബ്ട്രാക്ഷനും ഡിവിഷനും അഡിഷനും ഒക്കെ ഉണ്ട്. അങ്ങനെ വരുമ്പോൾ നമ്മൾ ഏതൊക്കെ ഓപ്പറേഷൻസ് ആണ് ആദ്യം ചെയ്യേണ്ടത്? ഇവിടെയുള്ള 5 × 4 എന്ന മൾട്ടിപ്ലിക്കേഷനും 12 / 3 എന്ന ഈ ഡിവിഷനുമാണ് ആദ്യം ചെയ്യേണ്ടത്. ക്ലിയർ ആണല്ലോ? 5 × 4 എത്രയാണ്? 5 × 4 20 ആണ്. 20 മൈനസ് ഇവിടെയുള്ള മൈനസ് ചിഹ്നം എഴുതുന്നു. അതിനുശേഷം 12 / 3. 12 / 3 = 4 ആണ് അല്ലേ? 12 / 3 4 ആണ്. അതിനുശേഷം ഇവിടെയുള്ള +1 ക്ലിയർ ഈസ് ഈക്വൽ ടു ഇനി ഇവിടെ അഡിഷനും സബ്ട്രാക്ഷനും മാത്രമേ ഉള്ളൂ. ഇവയിൽ ഏതാണ് ആദ്യം ചെയ്യേണ്ടത്? ലെഫ്റ്റിലുള്ള സബ്ട്രാക്ഷനാണ് ആദ്യം ചെയ്യേണ്ടത്. 20 - 4 വേണം ആദ്യം ചെയ്യാൻ. 20 - 4 എത്രയാണ്? 20 - 4 = 16 ആണ്. 16 + 1. 16 + 1 എന്ന് നമ്മുടെ ക്വസ്റ്റ്യൻ മാറി. 16 + 1 = എത്രയാണ്? 16 + 1 = 17 ആണ് അല്ലേ? 17 ആണ് ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ? അപ്പോൾ നമ്മൾ ഡിമാസ് റൂൾ എന്താണ് എന്ന് പഠിച്ചു. എങ്ങനെ അതുകൊണ്ട് ക്വസ്റ്റ്യൻസ് ചെയ്യാമെന്ന് മനസ്സിലാക്കി. ഇനി നമുക്ക് അടുത്ത വീഡിയോയിലോട്ട് പോകാം.